ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കശുവണ്ടി ചേർത്തൊരു വെണ്ടയ്ക്ക കറിയാണ്. അതിനായി ആദ്യം വെണ്ടയ്ക്ക വറുത്തെടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വെണ്ടയ്ക്ക വറുത്ത് കോരാം. വെണ്ടയ്ക്ക മൂത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വെണ്ടയ്ക്ക വറുത്ത അതേ എണ്ണയിൽ തന്നെ ഒരു സ്പൂൺ കടുക്, ഒരു സ്പൂൺ ഉഴുന്നിട്ട് പൊട്ടിക്കാം. ഉഴുന്ന് മൂത്തിട്ടുണ്ട്. അതിൽ വറ്റൽമുളകും സവാളയും ചേർത്ത് വഴറ്റാം. ഇത് 2 ഇടത്തരം സവാള കൊത്തിയരിഞ്ഞതാണ്. ഒന്ന് വഴറ്റിയെടുക്കാം. ഏഴോ എട്ടോ അണ്ടിപ്പരിപ്പും 1 കപ്പ് തേങ്ങയും, ഇത് രണ്ടുമാണ് കറിക്ക് അരച്ച് ചേർക്കേണ്ടത്. അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കാണ്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. സവാള വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി കൊത്തി അരിഞ്ഞത് ചേർക്കാം. തക്കാളി നന്നായി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് വഴറ്റും. മഞ്ഞയും മുളകും മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച തേങ്ങയും അണ്ടിപ്പരിപ്പും ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്കയും കുറച്ച് തൈരും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി വാങ്ങാം. കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് ചോറിനോടെയോ ചപ്പാത്തിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്.